ഹലോ മക്കളെ, ഈ വർഷത്തെ പരീക്ഷയുടെ ചോദ്യ പാറ്റേൺ തന്നെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1 മാർക്കിന്റെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ സൗണ്ട് വേവ് എന്നുള്ള ചാപ്റ്ററിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട 1 മാർക്കിന്റെ ചെറിയ ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. നോക്കിക്കോളൂ. മാധ്യമം ആവശ്യമില്ലാത്ത എന്ന് പറഞ്ഞാൽ നോ മീഡിയം റിക്വയർഡ്, അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് മാധ്യമം ആവശ്യമില്ല, മീഡിയം ആവശ്യമില്ല എന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ മാധ്യമ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഓർത്തുള്ളത്, മീഡിയം റിക്വയർഡ്. അതായത് അതിനെ നമ്മൾ യാന്ത്രിക തരംഗങ്ങൾ, മെക്കാനിക്കൽ വേവ്സ് എന്നൊക്കെ പറയുന്നു. ഇനി മൂന്നാമതൊരു പോയിന്റ് ആണ് ശബ്ദ തരംഗം എന്ന് പറഞ്ഞാൽ ഒരു അനുപ്രസ്ഥ തരംഗമാണ്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന് ഒരു എക്സാമ്പിൾ, ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ശബ്ദ തരംഗങ്ങൾ. 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. ഇനി അടുത്ത വായുവിലെ ശബ്ദത്തിന്റെ വേഗം, സ്പീഡ് ഓഫ് എന്താണ് സൗണ്ട് ഇൻ എയർ എന്ന് പറഞ്ഞാൽ 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇതൊക്കെ 1 മാർക്കിന് ചോദ്യം വരും. അപ്പൊ അറിഞ്ഞോട് ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഇനി 1/10 സെക്കൻഡിൽ, അതായത് 1/10 സെക്കൻഡിൽ ശബ്ദം എത്ര ദൂരം സഞ്ചരിക്കുന്നു ചോദിച്ചാൽ അത് 35 മീറ്റർ. അത് ശ്രദ്ധിക്കണം. കാരണം നമുക്കൊരു വസ്തുവിനെ കേൾക്കുക അല്ലെങ്കിൽ ഒരു ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചെവിയിൽ തങ്ങി നിൽക്കുന്ന ടൈമാണ് 1/10 സെക്കൻഡ് എന്ന് പറയുന്നത്. ആ 1/10 സെക്കൻഡോട് ശബ്ദം എത്ര ദൂരം, സൗണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നു ചോദിച്ചാൽ അത് 35 മീറ്റർ ആണെന്നും ചെയ്യാൻ നിൽക്കരുത്, അത് പഠിച്ചു വെക്കാം. ഇനി പ്രതിധ്വനിക്ക് വേണ്ട, എക്കോക്ക് വേണ്ട മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ 35ന്റെ പകുതിയാണ്. അതായത് എത്ര വരും, 17.5 മീറ്റർ എന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ശ്രവണ പരിധി, ഓഡിബിലിറ്റി ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 20 ഹെർട്സ്, 20 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 20,000 ഹെർട്സ് എന്ന് ഓർത്ത് വയ്ക്കാം. ആ 20 ഹെർട്സിന് താഴെയാണെങ്കിൽ എന്ത് പറയുന്നു, ഇൻഫ്രാസോണിക് എന്ന് പറയുന്നു. 20 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സിന് മുകളിലാണെങ്കിൽ എന്ത് പറയുന്നു, അൾട്രാസോണിക് എന്ന് പറയുന്നു. അൾട്രാസോണിക് ശബ്ദങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല എന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അതുകൊണ്ട് തന്നെ അൾട്രാസോണിക് സൗണ്ടിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു ഉപകരണമാണ് ഗാൾട്ടൺ വിസിൽ എന്ന് പറയുന്നത്. അപ്പൊ ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നായക്കൾക്കൊക്കെ എന്ത് ചെയ്യുന്നു, കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊരു അൾട്രാസോണിക് സൗണ്ട് ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്ത് ഭൂകമ്പ തരംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് അഗ്നിപർവ്വത സ്ഫോടനം അതല്ലെങ്കിൽ എർത്ത് വേക്ക്, ഈ സമയത്തൊക്കെ ഭൂമിയുടെ ക്രസ്റ്റിലൂടെ പോകുന്ന തരംഗങ്ങളാണ് സീസ്മിക് തരംഗങ്ങൾ. ആ ഒരു ഭൂകമ്പ തരംഗം, സീസ്മിക് തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇൻഫ്രാസോണിക് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 1 മാർക്കിന്റെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അതെന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ.